ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കബനി പുഴയുടെ തീരത്താണ്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു മൺകലത്തിൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ട് വേവിക്കുന്നതാണ്. അത് മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു തരും. അപ്പോൾ മാക്സിമം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നപ്പോൾ നമ്മൾ ചിക്കൻ കുഴിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം വലുപ്പമുള്ള ഒരു ഹോൾ ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഹോൾ ചിക്കൻ വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്തുള്ളൂ, ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ചിക്കൻ മസാല അതുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പയ്യെ ചിക്കനിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന കുടത്തിലേക്ക് ഈ ചിക്കൻ എടുത്ത് വെക്കാൻ പോവാണ്. മസാലയൊക്കെ നമുക്ക് ഈ കുടത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരം കുടത്തിൻ്റെ ഉള്ളിൽ ചിക്കൻ ഇരിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. അരമണിക്കൂറായി നമ്മുടെ ചിക്കൻ കലത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഏകദേശം മസാലയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് പച്ചമുളക്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ കലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. തക്കാളി ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ അതേപോലെ തന്നെ മൊത്തത്തിൽ വേവിച്ചെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെറിയ മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങാണ്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ വലുതൊന്നും എടുക്കാത്തത്. പിന്നെ നമ്മൾ പച്ചമുളകൊന്നും മുറിക്കുന്നൊന്നുമില്ല, അത് അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കലത്തിൻ്റെ വാവട്ടം കെട്ടിയിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് മൂടിയിട്ട് കുഴിയിലേക്ക് കുഴിച്ചിടുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് കുഴിയിലേക്ക് കുഴിച്ചിടാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വാവട്ടം ഒന്ന് ഫോയിൽ പേപ്പറും കുറച്ച് മൈദയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വാവട്ടം നന്നായിട്ട് മൂടണം. നമ്മൾ കമഴ്ത്തിയിട്ടാണ് കുഴിയിലേക്ക് കുഴിച്ചിടുന്നത്. കുറച്ച് കട്ടിയിൽ വേണം ഫോയിൽ പേപ്പർ ചുറ്റാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം ചിക്കനിലെ വെള്ളം ഓൾറെഡി ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിൽ കിടന്നിട്ട് വെന്തോളും. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ദമ്മിടുന്നത് പോലെ നമുക്ക് പിന്നെ വെള്ളമൊന്നും പുറത്ത് പോകാതെ ഒന്ന് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മൈദ നല്ലോണം ചുറ്റിനും നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം വെള്ളമൊന്നും പുറത്തു പോകാൻ പാടില്ല.
ഇനി ഇതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പറും കൂടി ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ. ഇനി നമുക്ക് കുറച്ചും കൂടി ഫോയിൽ പേപ്പർ ചുറ്റി കൊടുക്കാം. കാരണം നമ്മൾ ചിക്കൻ കുഴിയിൽ നിന്ന് എടുക്കുമ്പോൾ അത് എടുക്കാനൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഫോയിൽ പേപ്പറും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റി കൊടുക്കാം. ഒരു കഷ്ണം പേപ്പറും കൂടി ഇപ്പുറത്തും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് മേളിലേക്ക് ഒന്നും കൂടി ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തൊന്ന് കെട്ടിക്കൊടുക്കാം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഴി കുത്തിയിട്ട് അതിലേക്ക് കുഴിച്ചിടാം. അപ്പോൾ നമുക്കൊരു ചെറിയ കുഴി എടുക്കാം. അപ്പോൾ നമ്മുടെ കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കലം പയ്യെ കുഴിയിലേക്ക് തല തിരിച്ചിട്ട് നേരെ ഇറക്കി വെക്കാം. ഇപ്പോൾ കുഴിച്ചിടാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റിനും മണ്ണിട്ടിട്ട് ഈ കുഴിയിൽ സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് വിറക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറായി നമ്മളിപ്പം ഇത് തീയിൽ വെച്ചിട്ട്. അപ്പോൾ ഈ തീയും കൂടി കത്തിയതിന് ശേഷം നമുക്ക് ചിക്കൻ എടുക്കാം. 1 മണിക്കൂറിന് മേലെയായി. അപ്പോൾ പയ്യെ തീയൊന്ന് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ പയ്യെ പുറത്തേക്ക് എടുക്കാം. നല്ല ചൂടുണ്ട്. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ഒരു തുണി കൂട്ടി പയ്യെ നമുക്ക് പയ്യെ പൊന്തിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പയ്യെ ഒന്ന് അഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. ഫോയിൽ പേപ്പർ ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം ഫോയിൽ പേപ്പർ അങ്ങ് എടുക്കുകയാണ്. മൈദയുടെ കോട്ടിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ നല്ലോണം വെന്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം നല്ല ഗ്രേവിയൊക്കെ, ചിക്കനിൽ നല്ല നെയ്യും ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പയ്യെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് തേക്കല കിട്ടിയിട്ടുണ്ട്. തേക്കലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. ചിക്കൻ പയ്യെ എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലോണം വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ അടിഭാഗക്കെട്ടില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല
ആവി പറക്കുന്ന ചിക്കൻ, നല്ല ബ്രൗൺ കളറിൽ അതിൻ്റെ തോലൊക്കെ നല്ല സെറ്റായി നല്ലോണം വെന്തിട്ടുണ്ട്. എന്തായാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല നമ്മളിത് ഇത്രയ്ക്കും വെൽ കുക്ക്ഡ് ആവുന്നുള്ളു. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഗ്രേവിയും നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളിയൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളി എടുത്ത് വെക്കാം. ഉള്ളി നല്ലോണം വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല വെന്തലിഞ്ഞിട്ടുണ്ട്. ബാക്കി വന്ന ഗ്രേവി കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മൺകലത്തിൽ മണ്ണിൽ കുഴിച്ചിട്ടുണ്ടാക്കിയ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ചിക്കനും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കണ്ടോ, തൊട്ടപ്പം തന്നെ വിട്ടു പോന്നു. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പർ. നല്ല ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയിലൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിച്ചു നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു തരണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ.